ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കണ്ടൻറ്റ് വീഡിയോ അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ കാലമായിട്ട് സൺസൈഡിൻ്റെ ചെറിയ ഹെയർ ഹോൾ ഉണ്ടാവുമല്ലോ, ഹെയർ ഹോളിലായിട്ട് ഒരു പ്രാവ് വന്നിട്ട് കുറേ ആയിട്ട് ആൾ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് ആളിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകണ്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കുറേ ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു വെറുതെ വന്നിട്ട് ഇരുന്നിട്ട് ഇവന്മാർ പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല. പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആൾ ഇപ്പോൾ മെല്ലെ മുട്ടയൊക്കെ ഇട്ട്, ഞാൻ മുട്ടയുടെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ശരിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 2-3 കുഞ്ഞുണ്ട് കേട്ടോ. നന്നായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിന് നമ്മുടെ ഇത് റൂമാണ്, ബ്രദറിൻ്റെ റൂമാണ്. അപ്പോൾ അതിൽ റൂമിൽ എയർ ഹോളിലായിട്ടാണ് കേട്ടോ, മേലെയാണ്. അപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സന്തോഷമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാവരും കിളിയൊക്കെ വന്ന് സൺസൈഡിലൊക്കെ എയർ ഹോളിലൊക്കെ വന്നിരുന്ന് ഞാൻ മുടിക്ക് വിടാറ് പതിവ്. നമ്മളതൊന്നും ചെയ്തില്ല. എന്ന് വെച്ചാൽ മനസ്സിലായി, ചിലപ്പോൾ കുട്ടി മുട്ടയിടാനുള്ള ഒരു ടൈം ആയിരിക്കും പറഞ്ഞിട്ട് നമ്മളത് മുടിക്ക് വിട്ടില്ല, അത് ഓടിച്ചൊന്നും വിട്ടില്ല. ഇപ്പോൾ ആൾ മുട്ടയൊക്കെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസാണ്. അതാണ് നിങ്ങളിപ്പോൾ ഇതൊരു കണ്ടൻറ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട, വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഫ്രണ്ട്സ് ഇതാണ്ടോ, ഇതാണ് എയർ ഹോളാണ്. പക്ഷേ സൺസൈഡിലല്ല കേട്ടോ ഇരിക്കുന്നത്, നമ്മൾ എയർ ഹോളാണ്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. നമുക്കതിന് അടുത്ത് പോയി കഴിഞ്ഞാൽ പാവം കുഞ്ഞുങ്ങൾ അപ്പുറത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പോകാത്തത്. ഇപ്പോൾ ദൂരം നിന്നുള്ളൊരു സീക്വൻസാണ്. നിങ്ങൾക്ക് അറിയാം, കുഞ്ഞുങ്ങൾ കാണണ്ടാവും. കുഞ്ഞുങ്ങൾ 1-2 കുഞ്ഞുങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അമ്മ വന്ന് നോക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട്. ഇപ്പോൾ അടുത്ത് പോയി കഴിഞ്ഞാൽ പേടിച്ചിട്ടേ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ താഴത്തേക്ക് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പോകത്തട്ടോ. ഒരു നല്ലൊരു ഹാപ്പി ന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് അത് ഉൾപ്പെടുത്തിയത്. കുഞ്ഞിനെ അത് അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഒന്നുകൂടെ നന്നായി വലുതായിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ എത്ര കുഞ്ഞുണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ. 2-3 ഉണ്ടെന്നാണ് പ്രതീക്ഷ. അപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞ് വിരിഞ്ഞിട്ട് 1-2 സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ പ്രാവ് നമ്മളെ നോക്കണം, വീഡിയോയിലോട്ട് നോക്കുന്ന ആൾ. എത്ര വെള്ളമുണ്ട് എയർ ഹോള്. ഈ ഗ്യാപ്പിലാണ് ഇരിക്കുന്നത്. എങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് കൂട് വെച്ച് അവർ മുട്ട വിരിച്ചൊന്നും അറിയാത്തത്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ, അപ്പുറത്തെ ഭാഗത്ത് പോവുകയാണെങ്കിൽ അവിടെ താഴെ സൺസൈഡ് ഉണ്ട്. പക്ഷേ ഹൈറ്റുള്ളതാണ്, നമ്മൾ അപ്സ്റ്റെയർ ആയതുകൊണ്ട് മേലെ നിന്ന് വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് പോകാത്തട്ടോ. പുതിയൊരു ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ഇനിയൊരു ദിവസമായിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.